ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ലീഗൽ ലിറ്ററസിയിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സോ പെയ്ഡ് അസൈൻമെൻറ്റ്സോ ഒക്കെ വേണ്ടവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലാസ്റ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഒക്കെ ആയിട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും തരാം കേട്ടോ. പരമാവധി സഹകരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് 1989 എന്നുള്ളതാണ്. അതായത് SC/ST ആക്ട് കേട്ടോ. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്ന നിയമം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് സാധാരണ SC/ST ആക്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാരെ അവരെ വിവേചനത്തിൽ നിന്നും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയിലെ ഒരു പ്രധാന നിയമനിർമ്മാണമാണ് ഈ 1989 ഈ ആക്ട്. 1990 ജനുവരി 30 ഇത് നിലവിൽ വന്നത്. ഈ നിയമം നിലവിലുള്ള നിയമങ്ങളിൽ അപര്യാപ്തത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മാറ്റിയിട്ട് പുതിയത് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് നോക്കാം, ചരിത്ര സന്ദർഭം എന്താണെന്ന് നോക്കാം. SC/ST നിയമത്തിന് മുമ്പ് SC/ST വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് പൗരാവകാശ സംരക്ഷണ നിയമം 1455, അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമം 1860 ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. എങ്കിലും ഈ നിയമങ്ങൾ പലപ്പോഴും അവരുടെ ഈ സമുദായക്കാരനുഭവിക്കുന്ന വ്യവസ്ഥാപരമായ അക്രമങ്ങളെയും വിവേചനത്തെയൊക്കെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ പലപ്പോഴും പോരായ്മകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം പരിഹരിക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ചിട്ടുള്ളതാണ് 1989 SC/ST ആക്ട്. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് അതിക്രമങ്ങൾ തടയലാണ്. അവർക്ക് ഇത്തരത്തിലുള്ള വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയൽ. രണ്ടാമത്തത് നിയമപരമായ പ്രതിവിധികളാണ്. അവർക്ക് നിയമപരമായ പ്രതിവിധികൾ എത്തിച്ചു കൊടുക്കുക. മൂന്നാമത്തത് സംരക്ഷണവും ആശ്വാസവും നൽകുക. ഇരകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവർക്ക് പുനരധിവാസം നൽകുന്നതിനുമുള്ള വ്യവസ്ഥ. നാലാമത്തത് അവബോധവും വിദ്യാഭ്യാസവും. അവരുടെ നിയമങ്ങളെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും അവർക്ക് അവബോധം നൽകുക. ഇത്രയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി കീ പ്രൊവിഷൻസ് ആണ് അതിൻ്റെ പ്രധാന, അതായത് ആ നിയമത്തിൽ പറയുന്ന പ്രധാന വ്യവസ്ഥകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അടുത്തത്. ഒന്നാമത്തത് അതിക്രമങ്ങളുടെ നിർവചനം കൊടുത്തിട്ടുണ്ട് സെക്ഷൻ 3. SC/STകൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളാണ്. അത് ഏതു തന്നെയാണെങ്കിലും അത് അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ പറയുന്നത്. നിർവചനത്തിൽ സെക്ഷൻ 3 കേട്ടോ. അതിൽ വരുന്നത് അതിക്രമങ്ങൾ നിർവചിക്കുന്നിടത്ത് ശാരീരിക അക്രമങ്ങൾ വരുന്നുണ്ട്, മാനസിക പീഡനങ്ങൾ വരുന്നുണ്ട്, സാമ്പത്തിക ചൂഷണം ഉൾപ്പെടുന്നുണ്ട്, സാമൂഹിക ബഹിഷ്കരണവും ഉൾപ്പെടുന്നുണ്ട് അതിക്രമങ്ങളുടെ നിർവചനത്തിൽ. രണ്ടാമത്തത് പ്രത്യേക കോടതികളാണ്. അത് പറയുന്നത് സെക്ഷൻ 14 നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് സംസ്ഥാനത്തിൻ്റെ പങ്ക് സെക്ഷൻ 21 നിയമത്തിലെ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയുന്നതാണ് സെക്ഷൻ 21. നാലാമത് പറയുന്നത് ഇരകളുടെ അവകാശങ്ങളാണ്. സെക്ഷൻ 15 വരുന്നത്. അതിക്രമങ്ങൾക്കിരയാകുന്നവർക്ക് വിവിധ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് നിയമസഹായം കൊടുക്കലാണ്, മറ്റൊന്ന് നഷ്ടപരിഹാരം നൽകലാണ്, ഇനിയൊന്ന് ആവശ്യമായ സംരക്ഷണം കൊടുക്കലാണ്. അഞ്ചാമത്തത് പ്രിവെൻഷൻ നടപടികളാണ്. സെക്ഷൻ 17 അക്രമങ്ങൾ കുറയ്ക്കുന്നതിന് ബോധവൽക്കരണ പരിപാടികളും കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് സംരംഭങ്ങളൊക്കെ പോലെയുള്ള നടപടികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൽ നിയമ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം വരുന്നുണ്ട്, സമയോചിതമായ അവരുടെ അന്വേഷണം ഉൾപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻ്റ് ആണ്. അതിൻ്റെ നിയമം നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ളതാണ്. SC/ST നിയമം ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നതിന് വിവിധ പങ്കാളികൾക്കുള്ള തമ്മിലുള്ള ഒരു ഏകോപനം ആവശ്യമാണ്. അപ്പോൾ ആരുടെയൊക്കെയാണ് നോക്കുക. ഒന്നാമത്തത് ലോ എൻഫോഴ്സ്മെൻ്റ് ആണ്. അതായത് പരാതികൾ അന്വേഷിക്കുന്നതിനും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങളാണ് ലോ എൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. രണ്ടാമത്തത് ജുഡീഷ്യറിയാണ്. കേസുകൾ തീർപ്പാക്കുന്നതിനും ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും പ്രത്യേക കോടതികളും ജഡ്ജിമാരുടെയും പങ്കും ആവശ്യമാണ്. മൂന്നാമത്തത് സർക്കാർ ഏജൻസികളാണ്. പ്രതിരോധ നടപടികൾ നടപ്പിലാക്കാൻ, ഇരകൾക്ക് ആശ്വാസം നൽകാനും ഒക്കെ സർക്കാർ ഏജൻസികൾക്കും അതിലൊരു പങ്കുണ്ട്. ഇനി ചലഞ്ചസ് ആൻഡ് ക്രിറ്റിസിസമാണ്. ഇതിനെതിരെയുള്ള വെല്ലുവിളികളും വിമർശനങ്ങളും.
ഒന്നാമത്തെ പറയുന്ന വിമർശനം നടപ്പാക്കലിലെ വിടവുകളാണ്. അതായത് നിയമം നടപ്പാക്കുന്നതിൽ കാര്യക്ഷമമായ വിടവുകളുണ്ട് എന്നതിൻ്റെ പേരിൽ അത് വിമർശിക്കപ്പെടുന്നു. രണ്ടാമത്തത് കാലതാമസം നേരിടുന്ന നീതി എന്നാണ്. ജുഡീഷ്യൽ പ്രക്രിയയിലെ കാലതാമസവും അന്വേഷണങ്ങളുടെ മന്ദഗതിയുമാണ് വിമർശകർ പറയുന്ന രണ്ടാമത്തൊരു സംഗതി. മൂന്നാമത് പറയുന്നത് സാമൂഹിക പ്രതിരോധമാണ്. എന്നാൽ ആഴത്തിൽ വേരൂന്നിയ സാമൂഹിക മുൻവിധികളും അതുപോലെ പ്രബലമായ സമുദായങ്ങളിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പുമാണ് പറയുന്നത്. നാലാമത്തത് അഴിമതിയും പക്ഷപാതവുമാണ്. അഴിമതിയുടെയും പക്ഷപാതത്തിൻ്റെയും ഉദാഹരണങ്ങൾ നിയമപരവും നിയമത്തിൻ്റെ നിർവഹണത്തിൻ്റെ നിഷ്പക്ഷതയൊക്കെ ഒരുപാട് തവണ എത്രയോ തവണ നമ്മൾ തന്നെ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നതിൻ്റെ പേരിലും അത് വിമർശിക്കപ്പെടുന്നു. ഇനി സമീപ വർഷങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ നിയമത്തെ ഉൾപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഒന്നാമത്തത് ഭേദഗതികളാണ്. ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മികച്ച സമ്പ്രദായങ്ങൾ ഉടുത്തുന്ന വേണ്ടിയിട്ട് ഭേദഗതികൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ 2018 പട്ടികജാതി പട്ടികവർഗക്കാരുടെ അതിക്രമങ്ങൾ തടയൽ ഭേദഗതി നിയമത്തിൻ്റെ ഫലമായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ നടത്തലാണ്. നിയമത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് SC വിഭാഗങ്ങൾക്കിടയിൽ ബോധവൽക്കരണ സെമിനാറുകൾ ക്യാമ്പയിനുകൾ നടത്തുക. മൂന്നാമത്തത് പരിശീലന പരിപാടികളാണ്. നിയമനിർവ്വഹണ ഉദ്യോഗസ്ഥർ, ജുഡീഷ്യൽ അംഗങ്ങൾ, മറ്റ് പങ്കാളികൾ എന്നിവർക്ക് നിയമത്തെക്കുറിച്ചുള്ള അവരുടെ ധാരണയും പ്രയോഗവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നൽകാനാണ് ഇതിൽ പറയുന്ന മറ്റൊരു സംഗതി. ഇനി നാലാമത്തത് മോണിറ്ററിങ് മെക്കാനിസങ്ങളാണ്. മോണിറ്ററിങ് മെക്കാനിസങ്ങൾ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിനും നടപ്പിലാക്കുന്നതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നിയമം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുന്നതിനും അവലോകനം ചെയ്യുന്നതിനുമുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കലാണ് മോണിറ്ററിങ് മെക്കാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സംഗ്രഹം കൊടുക്കുക. നമുക്ക് മൊത്തത്തിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം. അത്രയുള്ള യൂണിറ്റ് ചെറിയൊരു യൂണിറ്റാണ് കേട്ടോ. 1989 പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം അതിക്രമത്തിൽ നിന്നും വിവേചനത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളെ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ നിയമചട്ടക്കൂടിലെ ഒരു നിർണായകമായ ചുവടുവയ്പ്പായിട്ടാണ് കണക്കാക്കുന്നത്. അതിക്രമങ്ങൾ പരിഹരിക്കുന്നതിനും ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനും പ്രതിരോധ നടപടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമഗ്രമായ ഒരു നിയമ സംവിധാനം നൽകുന്നതിലൂടെ SC/ST വിഭാഗങ്ങളുടെ അവകാശങ്ങളും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനാണ് ഈ നിയമം ലക്ഷ്യമിട്ടിട്ടുള്ളത്. നിയമം ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നതിൽ വെല്ലുവിളികളൊക്കെ നിലനിൽക്കും. നമ്മൾ പറഞ്ഞല്ലോ ധാരാളം ചാലഞ്ചസ് അല്ലേ, വെല്ലുവിളികളുണ്ടെങ്കിലും ഈ വെല്ലുവിളികളൊക്കെ നേരിടുന്നതിനും നിയമത്തിൻ്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും സാമൂഹിക നീതി പ്രോത്സാഹിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് എന്നതുകൊണ്ട് സർക്കാർ അതിലെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് വരുന്നുണ്ട്. ഇത്രയാണ് ഈ ഒരു ബ്ലോക്കിൽ വരുന്നത്. ചെറിയൊരു യൂണിറ്റിൽ വരുന്നത് രണ്ടാമത്തെ ബ്ലോക്കിൽ വളരെ ചെറിയൊരു യൂണിറ്റാണ്. നന്നായിട്ട് പഠിക്കുക. എക്സാമൊക്കെ അടുത്ത് വന്നു, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു യൂണിറ്റുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.